നമ്മുടെ മലയാള സിനിമയിൽ ട്രെൻഡിംഗ് ആയി വളർന്നുകൊണ്ടിരിക്കുന്ന യുവതാരം നെസ്ലിൻ കെ ഗഫൂറിന്റെ ഇതുവരെയുള്ള സിനിമകൾ വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സിനിമകൾ പ്രൊഡ്യൂസർമാരെ കുത്തുപാളടിപ്പിച്ചോ? അപ്പോൾ വീഡിയോ മുഴുവനായി കാണാൻ ശ്രദ്ധിക്കുമല്ലോ. പല സിനിമകളും നിങ്ങൾക്ക് റെഫർ ചെയ്ത് കാണാനും പറ്റും. അപ്പോൾ നേരെ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. വൈശാഖിന്റെ സംവിധാനത്തിൽ 2019 പുറത്തിറങ്ങിയ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ മധുരരാജ എന്ന ചിത്രത്തിൽ ജൂനിയർ ആർട്ടിസ്റ്റായി അഭിനയിച്ചുകൊണ്ടാണ് നെസ്ലിൻ മലയാള സിനിമയിലേക്ക് എത്തുന്നത്. നെസ്ലിന്റെ ആദ്യ മുഴുനീള കഥാപാത്രം 2019 ഗിരീഷ് ഏടിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന സിനിമയിലായിരുന്നു. മെൽവിൻ എന്ന കഥാപാത്രത്തെയായിരുന്നു നെസ്ലിൻ ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചിരുന്നത്. മാത്യു തോമസ്, വിനീത് ശ്രീനിവാസൻ, അനശ്വര രാജൻ, ശബരീഷ് വർമ്മ തുടങ്ങിയവരായിരുന്നു മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. വെറും 2 കോടി ബഡ്ജറ്റിൽ നിർമ്മിച്ച ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും 50 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയിരുന്നു. അതോടുകൂടി നെസ്ലിന്റെ കഥാപാത്രവും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. 2019 ബോക്സ് ഓഫീസിൽ നിന്നും ഏറ്റവും അധികം കളക്ഷൻ നേടിയ 3ാമത്തെ സിനിമയായിരുന്നു തണ്ണീർമത്തൻ ദിനങ്ങൾ. അടുത്ത ചിത്രം അനൂപ് സത്യന്റെ സംവിധാനത്തിൽ 2020 പുറത്തിറങ്ങിയ വരനെ ആവശ്യമുണ്ട് എന്ന ചിത്രമായിരുന്നു. സുരേഷ് ഗോപി, ദുൽഖർ സൽമാൻ, കല്യാണി പ്രിയദർശൻ, ശോഭന തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. ഈ ചിത്രത്തിൽ ദുൽഖർ സൽമാൻ അവതരിപ്പിച്ച ബിബീഷ് എന്ന കഥാപാത്രത്തിന്റെ ചെറുപ്പകാലം അവതരിപ്പിച്ചിരുന്നത് നമ്മുടെ നെസ്ലിൻ ആയിരുന്നു. ദുൽഖർ സൽമാന്റെ വേഫെയർ ഫിലിംസ് തന്നെയായിരുന്നു ഈ സിനിമ നിർമ്മിച്ചിരുന്നത്. പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ബോക്സ് ഓഫീസിൽ നിന്നും 30 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി സൂപ്പർ ഹിറ്റ് വിജയം നേടിയിരുന്നു ഈ സിനിമ. അടുത്തത് മനു വാര്യറുടെ സംവിധാനത്തിൽ 2021 പുറത്തിറങ്ങിയ കുരുതി എന്ന സിനിമയായിരുന്നു. പൃഥ്വിരാജ്, റോഷൻ മാത്യു, നെസ്ലിൻ, മാമുക്കോയ, മുരളി ഗോപി, ഷൈൻ ടോം ചാക്കോ തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. റസൂൽ എന്ന കഥാപാത്രത്തെയായിരുന്നു നെസ്ലിൻ ഈ സിനിമയിൽ അവതരിപ്പിച്ചിരുന്നത്. തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത സിനിമയായിരുന്നു. കോവിഡ് പാൻഡമിക് കാരണം ആമസോൺ പ്രൈം വഴി ഡയറക്റ്റ് OTT റിലീസ് ചെയ്യുകയായിരുന്നു. പൃഥ്വിരാജ്, നെസ്ലിൻ തുടങ്ങിയ പ്രധാന താരങ്ങളുടെ പ്രകടനങ്ങൾക്കും സിനിമയുടെ തിരക്കഥയ്ക്കും മികച്ച അഭിപ്രായമായിരുന്നു പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചത്. നെസ്ലിന്റെ അടുത്ത ചിത്രം 2021 റോജിൻ തോമസിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഹോം എന്ന ചിത്രമായിരുന്നു. ഇന്ദ്രൻസ്, ശ്രീനാഥ് ബാസി, മഞ്ജു പിള്ള, നെസ്ലിൻ, കൈനഗിരി തങ്കരാജ്, ജോണി ആന്റണി തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ ബാനറിൽ വിജയ് ബാബു ആയിരുന്നു ഈ ചിത്രം നിർമ്മിച്ചിരുന്നത്. ചാൾസ് ഒലിവർ ടിസ്റ്റ് എന്ന കഥാപാത്രമായിരുന്നു നെസ്ലിൻ ഈ സിനിമയിൽ അവതരിപ്പിച്ചിരുന്നത്. നെസ്ലിൻ ഉൾപ്പെടെയുള്ള എല്ലാ താരങ്ങളുടെയും പ്രകടനങ്ങൾക്ക് വളരെ നല്ല പ്രതികരണമായിരുന്നു പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചത്. പ്രത്യേകിച്ച് ഇന്ദ്രൻസ് ഈ സിനിമയിൽ അവതരിപ്പിച്ച വ്യത്യസ്തമായ കഥാപാത്രത്തിന് പ്രേക്ഷകരിൽ നിന്നും നിരൂപകരിൽ നിന്നും നല്ല പിന്തുണ ലഭിക്കുകയും ചെയ്തിരുന്നു. ആമസോൺ പ്രൈം വഴി ഡയറക്റ്റ് OTT റിലീസ് ആയിരുന്നു ഈ ചിത്രം. ഏറ്റവും മികച്ച മലയാള ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരവും ഈ സിനിമയ്ക്ക് ലഭിച്ചിരുന്നു. നെസ്ലിന്റെ അടുത്ത സിനിമ 2021 നാദിർഷയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ കേശു ഈ വീടിന്റെ നാഥൻ എന്ന ചിത്രമായിരുന്നു. ദിലീപ്, ഊർവശി, നെസ്ലിൻ, കലാഭവൻ ഷാജോൺ, ജാഫർ ഇടുക്കി, കോട്ടൻ നസീർ തുടങ്ങി വലിയൊരു താരനിര ഈ സിനിമയിലുണ്ടായിരുന്നു. ഈ സിനിമയിൽ ദിലീപ് അവതരിപ്പിച്ച കേശു എന്ന പ്രധാന കഥാപാത്രത്തിന്റെ മകന്റെ റോളിലെത്തിയിരുന്നത് നെസ്ലിൻ ആയിരുന്നു. ഉമേഷ് എന്ന കഥാപാത്രത്തെ നെസ്ലിൻ വളരെ മനോഹരമായി അവതരിപ്പിക്കുകയും പ്രേക്ഷകരുടെ പ്രശംസ നേടുകയും ചെയ്തിരുന്നു. ഈ സിനിമയും തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത സിനിമയായിരുന്നു. പക്ഷേ കോവിഡ് പാൻഡമിക് കാരണം ഈ ചിത്രവും ഡയറക്റ്റ് OTT റിലീസ് ചെയ്യുകയായിരുന്നു. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെയായിരുന്നു ചിത്രം റിലീസ് ചെയ്തിരുന്നത്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലും ഈ സിനിമ ലഭ്യമായിരുന്നു. അടുത്ത സിനിമ ഗിരീഷ് ഏടിയുടെ സംവിധാനത്തിൽ 2022 പുറത്തിറങ്ങിയ സൂപ്പർ ശരണ്യ എന്ന ചിത്രമായിരുന്നു. അനശ്വര രാജൻ, അർജുൻ അശോകൻ, മമിത ബൈജു, നെസ്ലിൻ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. പതിവ് പോലെ ഈ സിനിമയിൽ നെസ്ലിൻ അവതരിപ്പിച്ച സംഗീത എന്ന കഥാപാത്രവും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ഏകദേശം 2.5 കോടി ബഡ്ജറ്റിൽ നിർമ്മിച്ച ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും 23 കോടി കളക്ഷൻ നേടി സൂപ്പർ ഹിറ്റ് വിജയം നേടിയിരുന്നു. അടുത്തത് അഫ്സൽ അബ്ദുൽ ലത്തീഫിന്റെ സംവിധാനത്തിൽ 2022 പുറത്തിറങ്ങിയ പത്രോസിന്റെ പടപ്പുകൾ എന്ന ചിത്രമായിരുന്നു. ഷറഫുദ്ദീൻ, ഡിനോയ് പൗലോസ്, നെസ്ലിന്, ഗ്രേസ് ആന്റണി, നന്ദു തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ബോണി പത്രോസ് എന്ന കഥാപാത്രമായിട്ടായിരുന്നു ഈ ചിത്രത്തിൽ നെസ്ലിൻ എത്തിയിരുന്നത്. കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ നിന്നും വളരെ മോശം അഭിപ്രായമായിരുന്നു ലഭിച്ചത്. തിയേറ്ററുകളിൽ നിന്നും വളരെ മോശം കളക്ഷൻ ആയിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ആകെ 50 ലക്ഷം രൂപ മാത്രമാണ് ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ഈ ചിത്രം ദയനീയമായ പരാജയം ഏറ്റുവാങ്ങുകയായിരുന്നു. നെസ്ലിൻ അഭിനയിച്ച സിനിമകളിൽ ആദ്യത്തെ പരാജയം കൂടിയായിരുന്നു പത്രോസിന്റെ പടപ്പുകൾ. നെസ്ലിന്റെ അടുത്ത സിനിമ സത്യൻ അന്തിക്കാടിന്റെ സംവിധാനത്തിൽ 2022 പുറത്തിറങ്ങിയ മകൾ എന്ന ചിത്രമായിരുന്നു.
ജയറാം, മീര ജാസ്മിൻ, ദേവിക, ഇന്നസെന്റ്, സിദ്ദീഖ് തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ഫാമിലി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയുടെ രചന നിർവഹിച്ചിരുന്നത് ഇക്ബാൽ കുറ്റിപ്പുറമായിരുന്നു. ഈ സിനിമയിൽ നസ്ലിൻ അവതരിപ്പിച്ച രോഹിത് എന്ന രസകരമായ കഥാപാത്രം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. വളരെ പ്രതീക്ഷയോടെ തിയേറ്ററുകളിലെത്തിയ ജയറാം സത്യനന്ദിക്കാട് ചിത്രത്തിന് പ്രേക്ഷകരിൽ നിന്നും വളരെ മോശം അഭിപ്രായമായിരുന്നു ലഭിച്ചത്. ബോക്സ് ഓഫീസിൽ നിന്നും വെറും 2.5 കോടി മാത്രമാണ് ഈ സിനിമ നേടിയത്. സിനിമ വലിയ പരാജയമായിരുന്നു. നസ്ലിന്റെ അടുത്ത പടം അരുൺ ഡി ജോസിന്റെ സംവിധാനത്തിൽ 2022 പുറത്തിറങ്ങിയ ജോ ആൻഡ് ജോ എന്ന ചിത്രമായിരുന്നു. നിഖില വിമൽ, മാത്യു തോമസ്, നസ്ലിൻ, മെൽവിൻ, ജോണി ആന്റണി തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ഈ കോമഡി സിനിമയിൽ മനോജ് സുന്ദരൻ എന്ന കഥാപാത്രത്തെയായിരുന്നു നസ്ലിൻ അവതരിപ്പിച്ചിരുന്നത്. പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ബോക്സ് ഓഫീസിൽ നിന്നും 26 കോടി കളക്ഷൻ നേടി സൂപ്പർ ഹിറ്റ് വിജയം നേടിയിരുന്നു ഈ ചിത്രം. അടുത്ത പടം 2023 ഇർഷാദ് പരാരിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ അയൽവാശി എന്ന ചിത്രമാണ്. ഈ സിനിമയിൽ സൗബിൻ ഷാഹിർ, ബിനു പപ്പു, നസ്ലിൻ, ഗോകുലൻ, നിഖില വിമൽ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. പാച്ചു എന്ന കഥാപാത്രമായിട്ടാണ് നസ്ലിൻ ഈ സിനിമയിൽ എത്തിയത്. പ്രേക്ഷകരിൽ നിന്നും വളരെ മോശം അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ബോക്സ് ഓഫീസിൽ നിന്നും വെറും 1,60,00,000 മാത്രമാണ് ഈ സിനിമ കളക്ട് ചെയ്തത്. ചിത്രം വലിയ പരാജയമായിരുന്നു. നസ്ലിന്റെ അടുത്ത സിനിമ അഖിൽ സത്യന്റെ സംവിധാനത്തിൽ 2023 പുറത്തിറങ്ങിയ പാച്ചുവും അത്ഭുത വിളക്കും എന്ന സിനിമയാണ്. കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ അരുൺ എന്ന കാമിയോ റോളായിരുന്നു നസ്ലിൻ ഈ സിനിമയിൽ എത്തിയത്. ഫഹദ് ഫാസിൽ, അഞ്ജന, മുകേഷ്, ഇന്നസെന്റ്, വിനീത് തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. പ്രേക്ഷകരിൽ നിന്നും ഈ സിനിമയ്ക്ക് സമ്മിശ്ര പ്രതികരണമായിരുന്നു ലഭിച്ചത്. ഏകദേശം 10 കോടി ബഡ്ജറ്റിൽ നിർമ്മിച്ച ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും വെറും 17 കോടി മാത്രമാണ് നേടിയത്. സിനിമയ്ക്ക് വേണ്ടത്ര വിജയമുണ്ടാക്കാൻ സാധിച്ചില്ല. അടുത്ത പടം സുധി മണിസന്റെ സംവിധാനത്തിൽ 2023 പുറത്തിറങ്ങിയ നെയ്മർ എന്ന ചിത്രമാണ്. മാത്യു തോമസ്, നസ്ലിൻ, ജോണി ആന്റണി, ഷമ്മി തിലകൻ, വിജയരാഘവൻ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ടിൻഡോ എന്ന കഥാപാത്രത്തെയായിരുന്നു നസ്ലിൻ ഈ സിനിമയിൽ അവതരിപ്പിച്ചിരുന്നത്. പ്രേക്ഷകരിൽ നിന്നും വളരെ മികച്ച അഭിപ്രായമായിരുന്നു ഈ കോമഡി ഡ്രാമ സിനിമയ്ക്ക് ലഭിച്ചത്. വളരെ ചെറിയ ബഡ്ജറ്റിൽ നിർമ്മിച്ച ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും 11 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി ഹിറ്റ് വിജയം നേടിയിരുന്നു. നസ്ലിന്റെ അടുത്ത സിനിമ അരുൺ ഡി ജോസിന്റെ സംവിധാനത്തിൽ 2023 പുറത്തിറങ്ങിയ ജേണി ഓഫ് ലവ് 18+ എന്ന ചിത്രമാണ്. കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ നസ്ലിൻ, മീനാക്ഷി, ബിനു പപ്പു, മാത്യു തോമസ്, നിഖില വിമൽ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. അഖിൽ എന്ന നായക കഥാപാത്രമായിട്ടായിരുന്നു ഈ സിനിമയിൽ നസ്ലിൻ എത്തിയിരുന്നത്. പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ബോക്സ് ഓഫീസിൽ നിന്നും 9 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി ഈ സിനിമ ഹിറ്റ് വിജയം സ്വന്തമാക്കിയിട്ടുണ്ട്. അടുത്തത് ഗിരീഷ് ഏടിയുടെ സംവിധാനത്തിൽ 2024 പുറത്തിറങ്ങിയ പ്രേമലു എന്ന ചിത്രമാണ്. ഫെബ്രുവരി 9 ഈ ചിത്രം തിയേറ്ററുകളിൽ എത്തിയിരുന്നത്. നസ്ലിൻ, മമിത ബൈജു തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമ ഏകദേശം 3 കോടി ബഡ്ജറ്റിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഫഹദ് ഫാസിലും ദിലീഷ് പോത്തനും ശ്യാം പുഷ്കറും ചേർന്നാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. സച്ചിൻ സന്തോഷ് എന്ന നായക കഥാപാത്രമാണ് നസ്ലിൻ്റേത്. പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായം നേടി ഇപ്പോഴും പ്രദർശനം തുടരുകയാണ് ഈ സിനിമ. ഏകദേശം 12.5 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി ഈ സിനിമ ഇപ്പോഴും പ്രദർശനം തുടരുകയാണ്. നസ്ലിൻ്റെതായി അടുത്തതായി പുറത്തിറങ്ങാനിരിക്കുന്ന സിനിമ ഗിരീഷ് ഏടിയുടെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന അയാം കാതലൻ എന്ന ചിത്രമാണ്. ഏകദേശം 16 സിനിമകളിലാണ് ഇതുവരെ നസ്ലിൻ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം ഏതാണെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഓൺലി ഫോർ സിനിമ.